ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസഫലം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ മിഥുനക്കൂറുകാർക്ക്, മിഥുന ലഗ്നക്കാർക്ക് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ 2 സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യൻ 17-ന് 2 നിന്ന് 3 രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 4 സഞ്ചരിക്കുന്ന സമയം. ഗുരുവാണെങ്കിൽ ജന്മരാശിയിലുണ്ട്. ശുക്രൻ 21 വരെ ജന്മരാശിയിലും അതിന് 21 അതിന് ശേഷം അത് 2 രാശി മാറുന്നു. ശനിയാണെങ്കിൽ 10 വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 9-ലും കേതു 3-ലും സഞ്ചരിക്കുന്നു. ഇതാണ് ആഗസ്റ്റ് മാസത്തിലെ പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി പ്രത്യേകിച്ച് ഗുരുവും ശുക്രനും ഒക്കെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. സൂര്യനും ബുധനും ഒക്കെ 2 നിൽക്കുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ നോർമലായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി ആണ് കാണുന്നത്. അതേസമയം ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകില്ല. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4 നിൽക്കുന്നത് കൊണ്ട് അത് ചിലപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ മാതാവിന് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് 6-ാം ഭാവാധിപൻ 4 നിൽക്കുക വഴി ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ 4-ല് ആ ചൊവ്വ നിൽക്കുമ്പോൾ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ അതിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ചിലർക്ക് ജീവിത പങ്കാളിയുടെയോ അല്ലെങ്കിൽ പ്രണയ പങ്കാളിയുടെയോ ആരോഗ്യകാര്യത്തിൽ അല്പം ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം. ഇനി നമുക്ക് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ശുക്രനോടൊപ്പം നിൽക്കുന്ന സമയമാണ്. മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകുന്നതിനും പൊതുവെ അവർ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തൊഴിൽ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതേസമയം 10-ൽ നിൽക്കുന്ന ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് ഈ തൊഴിലിടത്ത് നമ്മൾ ശ്രദ്ധ കുറയാതെ നോക്കണം. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്തൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് അവർ ചെയ്യുന്ന വർക്കിനെ പറ്റി അവർ ഒരു വീണ്ടും വിചാരമൊക്കെ നടത്തണം, ഒരു വിലയിരുത്തലൊക്കെ നടത്തി പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയുടെ ഗുണഫലം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നും കൂടെ അവർ വിലയിരുത്തി പോകണം. ഇപ്പം തൊഴിലിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പം നമ്മളിപ്പോൾ ഓവർകേഴ്സുമായിട്ടായാലും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടായാലും അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങളൊക്കെ വരുത്തി പോകുന്നതിന് ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ ലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവം ഉണ്ടാവും. അവർക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഗുരുശുക്രയോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ ആ ഗുരു ദൃഷ്ടിയൊക്കെ തന്നെ 5-ഉം 7-ഉം 9-ലും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട്, അതുപോലെ ശനി വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് പൊതുവെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഗുണഫലം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. 10 വരെ ആ ബുധന് വക്രസ്ഥിതി ഉണ്ട്. ആദ്യ വാരം ആ 10 വരെ അല്പം ഒരു കെയർ വേണം. ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു കെയറൊക്കെ നമുക്ക് വേണം. ഗുരുശുക്രനൊക്കെ യഥാർത്ഥത്തിൽ 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകും. ശനിയൊക്കെ വക്രദൃഷ്ടി അവിടെ ചെയ്യുന്നുണ്ട് 7-ൽ. അതൊന്നും വലിയ ദോഷം ഉണ്ടാക്കില്ല. കാരണം 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 7-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എങ്കിലും നമ്മൾ ആ ബിസിനസ്സിൽ ഒരു വിലയിരുത്തലൊക്കെ നടത്തുന്നത് നല്ലതാണ്.
അതേസമയം ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ പൊതുവെ ഗുണാനുഭവമൊക്കെ കൂടും. കാരണം ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറി ധനസ്ഥാനത്ത് ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്ന സമയമാണ്. അത് ബിസിനസ്സിന് ഗുണാനുഭവം ഉണ്ടാക്കും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധനും അതുപോലെ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതിയൊക്കെ യോഗം ചെയ്ത് 2-ൽ നിൽക്കുന്ന സമയമാണ്. ഗുരുശുക്രന്മാർ ജന്മരാശിയിലുണ്ട്. 5-9 രാശികളിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ പഠനത്തിൽ പ്രത്യേകിച്ച് ഒരു പഠന നിപുണതയൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പഠനത്തെ കൊണ്ടുപോകാനൊക്കെ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കും. നല്ല മെമ്മറി പവറൊക്കെ ഈ സമയത്തുണ്ടാകും. അതൊക്കെ പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷകളിലൊക്കെ അവർക്ക് മികവ് പുലർത്തുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതേസമയം നമ്മൾ എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമുക്കെല്ലാം അറിയാം, അതുകൊണ്ട് ഇപ്പോൾ അത് നോക്കണ്ട, ആ പരീക്ഷാ സമയത്ത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ആലസ്യമൊക്കെ വച്ച് പുലർത്തുന്നവർ അതിലൊരു ശ്രദ്ധ വേണം. അമിത വിശ്വാസം ഒഴിവാക്കി തന്നെ പോകണം. അതൊക്കെ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കാൻ വഴിതെളിക്കും. അതുകൊണ്ട് വിഷയങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിനും സംശയങ്ങളൊക്കെ തന്നെ നിവാരണം നടത്തി അധ്യാപകരുടെയൊക്കെ സഹായം ആശ്രയിച്ച് പോകുന്നവർക്ക് പൊതുവെ പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ ലഗ്നരാശാധിപനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകന്മാരായിട്ടുള്ള ഗുരു ശുക്രന്മാർ ജന്മരാശിയിൽ യോഗം ചെയ്യുന്നുണ്ട്. അപ്പം ഈ സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനും ഉള്ള അതുപോലെ ധനാർജനം നടത്തുവാനുള്ളൊരു കഴിവൊക്കെ ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ൽ നിന്ന് ആ 11-ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ധനാഗമം ഉണ്ടാകും. എങ്കിലും അവ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. വക്രശനി 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അനാവശ്യ ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കി പോകേണ്ടുന്ന ഒരു സ്ഥിതിയായിട്ട് കാണുന്നു. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. കാരണം 7-ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ജന്മരാശി നിൽക്കുകയും ആ ഗുരു ശുക്രൻ ആയിട്ട് യോഗം ചെയ്ത് ജന്മരാശി നിൽക്കുകയും ആ ഗുരുവും ശുക്രനും ഒക്കെ തന്നെ 7-ൽ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ ആലോചനകൾക്ക് വന്ന തടസ്സങ്ങൾ ഒക്കെ മാറും. അപ്പോൾ നല്ല തൊഴിലുള്ള പരിജ്ഞാനമുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ചിലർക്ക് പ്രണയബന്ധം അവരുടെ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും. സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ബന്ധമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതേസമയം 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വക്രശനിയും 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ അത് പ്രേരിപ്പിക്കും. അവിടെ ഒരു കരുതൽ വേണം. കഴിവതും പിടിവാശിയൊക്കെ ഉപേക്ഷിക്കാൻ ഈ കൂറുകാർ തയ്യാറാവണം. ദമ്പതിമാർക്ക് ആത്മീയ ചിന്തയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി അതേസമയം നമ്മൾ എതിർലിംഗക്കാരുമായിട്ടൊക്കെയുള്ള ഒരു ഇൻറ്റിമസിയിലൊക്കെ ഈ സമയത്ത് കെയർ വേണം. കാരണം ശുക്രനും ആ 7-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ ഒരു കരുതൽ കൊടുത്തു പോകുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4 നിൽക്കുന്ന സമയമാണ്. കുജനെ ആ ചൊവ്വയെ വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ 10 വരെ 4-ാം ഭാവാധിപനായ സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലും കൂടിയാണ് 2 സഞ്ചരിക്കുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. സുഖം സന്തോഷമൊക്കെ ഉണ്ടാകും എങ്കിലും കുടുംബ അംഗങ്ങളുമായിട്ട് തെറ്റിദ്ധാരണകൾ, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ആഗസ്റ്റ് 3, അതുപോലെ 4, 8, 9, 16, 17, 30, 31 ഈ തീയതികൾ പ്രത്യേകിച്ച് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളല്ല.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മിഥുന ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫലം അവർക്ക് ബാധകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികളായിരിക്കും. ഇപ്പം കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു നക്ഷത്രത്തിനെ വച്ച് നോക്കുന്നതിനേക്കാളും ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിക്കുന്നവർക്ക് 12 ലഗ്നരാശികളും വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നത്തിനെ ബേസ് ചെയ്ത് പറയുമ്പോഴാണ്. അതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.